പാസ്പോർട്ട് ഓഫീസിൻ്റെ ഈ പറയുന്ന സബ്മിഷന് ശേഷം പോലീസിൻ്റെ എൻക്വയറി ഉണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പോലീസിൻ്റെ എൻക്വയറി സമയത്ത് എന്ത് ചെയ്യും, ഈ കേസ് കണ്ടുപിടിക്കുകയും പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, ഒരാളുടെ റൈറ്റാണ്. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല, ആർക്കും തടയാനും കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അതൊരു കേസ് നടത്തേണ്ട അല്ലെങ്കിൽ ഒരു തെളിയിക്കേണ്ട ബാധ്യത കേസ് വാദിക്ക് മാത്രമല്ല ഉള്ളത്, അതേ കുറ്റാരോപിതന് കൂടി ഉള്ളതാണ്. പഠിക്കുന്ന കാലത്തും അതിനുശേഷവും പല രാഷ്ട്രീയ കേസുകളിലും മറ്റ് അടിപിടി കേസുകളിലുമൊക്കെ ഉൾപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ളവർ പിന്നീട് പാസ്പോർട്ട് എടുക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത്തരം സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇന്ന് ലോ ടോക്സിൽ അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ഒരു കേസിൽ പെട്ടുപോകുന്ന വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിക്ക് പാസ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പാസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ടിൻ്റെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പാസ്പോർട്ടിനകത്ത് എന്താണ്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതിയാണോ എന്നോ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, എല്ലാവരും അത് കൃത്യമായിട്ട് തന്നെ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം അങ്ങനെ രേഖപ്പെടുത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും പാസ്പോർട്ട് ഓഫീസിൻ്റെ ഈ പറയുന്ന സബ്മിഷന് ശേഷം പോലീസിൻ്റെ എൻക്വയറി ഉണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പോലീസിൻ്റെ എൻക്വയറി സമയത്ത് എന്ത് ചെയ്യും, ഈ കേസ് കണ്ടുപിടിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതല്ല, ഈ പറയുന്ന ആ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കേസുകൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് കോടതിയിലാണോ നമുക്കെതിരായിട്ടുള്ള കേസുള്ളത് ആ കോടതിയിൽ നിന്നും ആ പാസ്പോർട്ടിനുള്ള ഓർഡർ മേടിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് ആ പാസ്പോർട്ട് ലഭിക്കുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പാസ്പോർട്ട് ക്യാൻസൽ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ മറച്ചു വെച്ചാൽ പിന്നീട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കുറ്റത്തിൽ വന്ന് പെട്ടുപോയി എന്ന് വിചാരിക്കാം, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴേക്കും പിന്നെ ഒരിക്കലും അവർക്ക് പുറത്തു പോകാൻ സാധിക്കില്ലേ? അങ്ങനെയല്ല. പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, ഒരാളുടെ റൈറ്റാണ്. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല, ആർക്കും തടയാനും കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിൽ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിയമ അല്ലെങ്കിൽ IPC ആയാലും ഇപ്പോഴത്തെ BNS ആയാലും ഭാരതീയ ന്യായ സംഹിത ആയാലും CRPC ഒക്കെ തന്നെ നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ ഒരു കുറ്റകൃത്യത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ഉണ്ട്. അതായത് നമ്മളൊരു കുറ്റകൃത്യത്തിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു FIRൽ നമ്മൾ പ്രതിയാകുമ്പോൾ അതൊരു ആരോപിതൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളാകുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു വലിയ നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സിലൂടെയാണ് ഈ പറയുന്ന ആ കുറ്റാരോപിതൻ കുറ്റവാളിയാണോ അതല്ലെങ്കിൽ നിരപരാധിയാണോ എന്ന് കോടതികൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതിന് വരുന്ന ഒരു കാലതാമസം നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് സ്വാഭാവികമായിട്ടും ഈ പാസ്പോർട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന PCCയും ഒക്കെ തന്നെ തടയാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ നിർബന്ധിതമാക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ IPC അല്ലെങ്കിൽ ഈ പറയുന്ന BNS പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ വിചാരണ നടത്തുവാൻ ഇന്ത്യയിൽ മാത്രമേ എന്തുള്ളൂ, നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല, വിചാരണ നടത്താൻ സാധിക്കുകയില്ല. സ്വാഭാവികമായിട്ടും വിചാരണ നീണ്ടുപോവുകയും അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റാരോപിതനായ ആളുകൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള ഒരു കാലയളവിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വാദിയായാലും പ്രതിയായാലും എന്ത് ചെയ്യണം, നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് പാസ്പോർട്ടിലുമൊക്കെ തന്നെ ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഏതെങ്കിലും തരത്തിലൊരാൾക്ക് പാസ്പോർട്ട് ഇങ്ങനെ ഒരു കേസിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാം, കോടതി ത്രൂവായിട്ട് എന്ത് ചെയ്യാം, പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാം. ഈ പറയുന്ന പാസ്പോർട്ട് ഈ ആക്ട് വെച്ച് എന്ത് ചെയ്യാം, സാധിക്കും, അയാൾക്ക് പാസ്പോർട്ട് കോടതി തന്നെ എന്ത് ചെയ്യും, കോടതിയുടെ മധ്യസ്ഥതയിൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം, പരമാവധി 4 വർഷം 5 വർഷമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. ചിലപ്പോൾ കോടതി കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം നോക്കും. കാരണം ഈ കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് കുറ്റകൃത്യത്തിൻ്റെ സ്റ്റേജ് നോക്കും. അതായത് എന്ത് അവസ്ഥയിലാണ് കേസ് ഇരിക്കുന്നതെന്ന് നോക്കും. അങ്ങനെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അയാൾക്ക് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് എന്ത് ചെയ്യാം, പുറത്തേക്ക് പോകുന്നതിനൊന്നും തന്നെ തടസ്സമില്ല. പക്ഷേ അതിനൊക്കെ തന്നെ ഒരു നിയന്ത്രണം എന്തുണ്ടാകാം, ഒരു നിയന്ത്രിതമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, പാസ്പോർട്ട് ലഭിച്ചാലും അയാൾക്ക് പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം പാസ്പോർട്ട് ഉള്ള ഒരു വ്യക്തി പിന്നീട് ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അങ്ങനെയുള്ളവരുടെ പാസ്പോർട്ട് റദ്ദാക്കുമോ? അതെങ്ങനെയാ? പാസ്പോർട്ട് റദ്ദാക്കാൻ കഴിയുകയില്ല. കാരണം ഈ പറയുന്ന ഒരു കുറ്റകൃത്യത്തിൽ അയാൾ ഏർപ്പെടുകയും അപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ശേഷം അയാൾ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കുറ്റകൃത്യത്തിൻ്റെ തോതനുസരിച്ചാണ് പോലീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹം ഈ പറയുന്ന ഒരു ജാമ്യം എടുക്കാതെ അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോയാൽ പിന്നെ അദ്ദേഹത്തിന് ഈ വിചാരണ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ അയാൾ നിയമത്തിൻ്റെ ആ കോർട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്.
അപ്പോൾ അത് തടയാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ വിമാനത്താവളങ്ങളിലും ഒക്കെ തന്നെ LOC എന്ന് പറയും, ലുക്കൗട്ട് സർക്കുലർ എന്ത് ചെയ്യും, പോലീസ് പുറപ്പെടുവിക്കും. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അയാളുടെ പാസ്പോർട്ട് അവിടെ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ്, LOC ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് എന്ത് ചെയ്യുന്നു, അവിടെ പിടിച്ചു വെക്കുകയും അദ്ദേഹത്തെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് അല്ലെങ്കിൽ ഏത് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയും, എവിടെയാണോ കുറ്റകൃത്യം നടന്നത് ആ കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് അയാളെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളുടെ പാസ്പോർട്ട് റദ്ദാക്കുക എന്ന് പറയുന്നാൽ അധികാരമുണ്ട്, പക്ഷേ അത് അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, പാസ്പോർട്ടുകൾ റദ്ദാക്കത്തുള്ളൂ. പിന്നെ രണ്ടാമതുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, പലപ്പോഴും നമ്മൾ കോടതികളിലൂടെ ജാമ്യം നേടുന്ന സമയത്ത് കോടതി എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം അതായത് ഈ പറയുന്ന ആൾ പുറത്തേക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന പോലീസിൻ്റെയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെയോ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോടതികൾ എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കൂടി ജാമ്യ ബോണ്ടായി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാൻ പറയും. അപ്പോൾ അതൊരു ഇത്ര കാലഘട്ടത്തിൽ എന്ത് ചെയ്യാം, കോടതിയിൽ വെക്കുകയും അതിനുശേഷം അയാൾക്ക് എന്ത് ചെയ്യാം, നിയമപരമായിട്ട് തന്നെ ജാമ്യക്കാരെ കൊടുത്ത് എന്ത് ചെയ്യാം, ഈ പാസ്പോർട്ട് റിലീസ് ചെയ്തെടുക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പൊ പോലീസിനും അല്ലെങ്കിൽ സർക്കാരിന് ഒരു വ്യക്തിയോട് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ഈ ഒരു പാസ്പോർട്ട് എടുക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുകയില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഒരാൾക്കെതിരെ ഒരു കേസ്, ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അതായത് അയാൾ ഏതെങ്കിലും ഒരു FIRൽ പ്രതിയാണെങ്കിൽ ആ FIRൻ്റെ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് ഫൈൻ അടച്ച് തീർക്കാനുള്ള ഒരു FIR ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ട്രാഫിക് വയലേഷനോ അതല്ലെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റകൃത്യമാണെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഫൈൻ അടച്ച ആ കേസിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും. അതല്ലാതെ ഫൈൻ അടച്ച് തീർക്കാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേൽപ്പിക്കുന്നതോ അതല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. അപ്പോൾ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യത്തിലാണ് അദ്ദേഹം ഏർപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പാസ്പോർട്ട് ലഭിക്കണമെങ്കിൽ ആ ഏത് കുറ്റകൃത്യം ചെയ്ത ആ ഒരു കോടതി ഉണ്ടായിരിക്കും. അതായത് അദ്ദേഹം കുറ്റകൃത്യം ചെയ്ത സ്ഥലത്തിനടുത്ത പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള ഒരു കോടതി ഉണ്ടാകും. ആ വിചാരണ നടത്തുന്ന കോടതി, അത് ചിലപ്പം എന്താകാം, സെഷൻസ് കോടതിയാകാം, ചിലപ്പോൾ ഈ പറയുന്ന മജിസ്ട്രേറ്റ് കോടതിയാകാം. അത് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ അനുപാതം അനുസരിച്ചിരിക്കും. 3 വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യമാണെങ്കിൽ ചെയ്തതെങ്കിൽ അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ കീഴിലായിരിക്കും ആ കേസിൻ്റെ വിചാരണ നടന്നു വരുന്നത്. അതിന് മുകളിലേക്കുള്ള കോടതിയാണെങ്കിൽ CJMൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന സെഷൻസ് കോടതിയുടെയും ഒക്കെ കീഴിലായിരിക്കും കേസിൻ്റെ വിചാരണ നടന്നു വരുന്നത്. അപ്പോൾ ഏത് കോടതിയിലാണോ വിചാരണ നടക്കുന്നത് ആ കോടതിയിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പാസ്പോർട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ പാസ്പോർട്ട് പുതുതായിട്ട് എടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന റിന്യൂ ചെയ്യാനുള്ള ഓർഡർ എന്ത് ചെയ്യാം, കോടതിയിൽ നിന്ന് മേടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നു എന്ന് പറയുന്നത്, അപ്പോൾ അതെന്താ, അതിനർത്ഥം എന്താ? പാസ്പോർട്ട് കണ്ടുകെട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഗുരുതര, അതായത് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതായത് ഫോറിൻ റിലേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുക എന്ന് തുടങ്ങിയ ഒരു ഇൻ്റർനാഷണൽ സ്വഭാവമുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളുടെ പാസ്പോർട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഗവൺമെൻറ് റദ്ദാക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാസ്പോർട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ അവർ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയ ശേഷം ആ രാജ്യത്തേക്ക് പോയി കുറ്റകൃത്യം നടത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ എന്ത് ചെയ്യുന്നത്, യാത്രകൾ തടയുന്നത്. പക്ഷേ അത് പലപ്പോഴും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ആത്യന്തികമായിട്ട് പാസ്പോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ ഭരണഘടന നൽകുന്ന ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 19 ഒക്കെ തന്നെ ഉറപ്പുവരുത്തുന്ന അവകാശത്തിൻ്റെ ഭാഗമാണ്. മേനകാ ഗാന്ധി കേസിനുമൊക്കെ തന്നെ കൃത്യമായിട്ട്, അതായത് പാസ്പോർട്ട് മേനകാ ഗാന്ധി കേസിൻ്റെ അടിസ്ഥാനം തന്നെ ഒരു പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊക്കെ തന്നെ കൃത്യമായിട്ട്, അതായത് നമ്മുടെ നേരിട്ടുള്ള, അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നടപടിയും സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ആക്ഷൻസും എന്ത് ചെയ്യരുത്, സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതെന്ന നിരവധിയായിട്ടുള്ള കോടതി വിധികളിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സുപ്രീം കോടതിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ, അതായത് കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടി, അതൊരു കേസ് നടത്തേണ്ട അല്ലെങ്കിൽ ഒരു തെളിയിക്കേണ്ട ബാധ്യത കേസ് വാദിക്ക് മാത്രമല്ല ഉള്ളത്, അതായത് കുറ്റാരോപിതന് കൂടി ഉള്ളതാണ്. അപ്പോൾ കുറ്റാരോപിതൻ്റെ ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ നമുക്കറിയാം വിചാരണ കാലം എന്ന് പറയുമ്പോൾ ഒരാളുടെ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തു, FIR രജിസ്റ്റർ ചെയ്തു, അയാൾ ജാമ്യം നേടി, അതിനുശേഷം കൃത്യമായ കാലയളവിൽ അദ്ദേഹത്തെ വിളിക്കുന്നു, അതിനുശേഷം ട്രയൽ നടപടികൾ നേരിടേണ്ടി വരുന്നു. അപ്പോൾ ട്രയൽ നടപടികളൊക്കെ തന്നെ ചെറിയ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ഈ വാദിയുടെ അല്ലെങ്കിൽ പ്രതിയുടെയൊക്കെ തന്നെ സാന്നിധ്യം, ഈ സാക്ഷിയുടെയൊക്കെ തന്നെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ ആ കാലയളവിൽ അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യപ്പെടുന്നു, വിചാരണ വൈകപ്പെടുകയാണ്. അപ്പോൾ വിചാരണ വൈകപ്പെടുമ്പോൾ 2 തരത്തിലുള്ള പ്രശ്നമാണുള്ളത്. ഈ പറയുന്ന ഇരയാക്കപ്പെട്ട വാദിക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്, നീതി നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ വൈകിയുള്ള നീതി അനീതിയായ ആണെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കുറ്റത്തിൽ ഏർപ്പെടുന്ന ആൾ വിദേശത്തേക്ക് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ പോയി കഴിഞ്ഞാൽ ആ വിചാരണ എന്ത് ചെയ്യപ്പെടുകയാണ്, അവിടെ സ്റ്റേ ചെയ്യപ്പെടുകയാണ് സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോടതികൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ സ്പീഡി ട്രയൽ നടത്തേണ്ടത് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഓരോരുത്തരുടെയും. അതുകൊണ്ടാണ് കോടതികൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പാസ്പോർട്ടുകളുടെ നിയന്ത്രണങ്ങൾ
ഏർപ്പെടുത്തുന്നത്. പക്ഷേ അതെന്തല്ല, ഒരു കൃത്യമായിട്ട്, അതായത് ഒരാളുടെ ഒരു പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ പാസ്പോർട്ടിനെ ഇല്ലാതാക്കാനോ ഒന്നും അതുകൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ലോ ടോക്സിൽ ചർച്ച ചെയ്തത്. ഇത്തരം വിവരങ്ങൾ നമുക്ക് നൽകിയത് പ്രമുഖ ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.